ഹായ് ഓൾ. ഇന്ന് നമ്മൾ 5th മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ മൊഡ്യൂളിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സോർട്ടിംഗ് ആൻഡ് സെർച്ചിങ് മെക്കാനിസംസ് ആണ്. അതിൽ സെർച്ചിങ്ങിൽ പറയുന്നത് ലീനിയർ സെർച്ചും ബൈനറി സെർച്ചും ആണ്. ലീനിയർ സെർച്ചിനെ തന്നെയാണ് നമ്മൾ സീക്വൻഷ്യൽ സെർച്ച് എന്നും പറയുന്നത്. ദെൻ സോർട്ടിങ്ങിൽ മെയിൻലി 5 അൽഗോരിതംസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബബിൾ സോർട്ട്, സെലക്ഷൻ സോർട്ട്, ഇൻസെർഷൻ സോർട്ട്, ക്വിക്ക് സോർട്ട് ആൻഡ് മെർജ് സോർട്ട്. അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് സെർച്ചിങ് ആണ്. സെർച്ചിങ് എന്ന് പറഞ്ഞാൽ ഇൻ ജനറൽ എന്താണ്, ഒരു എലമെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ഫൈൻഡ് ചെയ്യുന്ന ആ ഒരു ഓപ്പറേഷനെയാണ് നമ്മൾ സെർച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ ടൈം ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി ഡിസ്കസ് ചെയ്ത ടൈമിൽ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ലീനിയർ ആൻഡ് ബൈനറി സെർച്ച് എന്നും അതിൽ എങ്ങനെയാണ് ആ ഒരു കോംപ്ലക്സിറ്റിയിലെ ഡിഫറൻസ് വരുന്നതെന്നും. അപ്പോൾ അത് നമുക്കൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ ലീനിയർ സെർച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു അറേ തന്നിട്ടുണ്ടെങ്കിൽ അറേ വെച്ചിട്ടാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ അറേ തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു അറേയിൽ ഒരു പെർട്ടിക്കുലർ എലമെൻറ്റ് ഉണ്ടോയെന്ന് ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അറേൻ്റെ ഫസ്റ്റത്തെ എലമെൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 at a ടൈം കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ എലമെൻറ്റുമായിട്ട് സെർച്ച് ചെയ്യേണ്ട എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും അൺടിൽ നമുക്ക് ആ എലമെൻറ്റ് ഫൈൻഡ് ചെയ്യുന്നത് വരെ. ഇപ്പോൾ ഫൈൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ എങ്ങനെയായിരിക്കും, ആ അറേൻ്റെ ലാസ്റ്റത്തെ എലമെൻറ്റ് വരെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ആ സെർച്ചിങ് അൺസക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ചെയ്യും. അതാണ് ലീനിയർ സെർച്ച് അല്ലെങ്കിൽ സീക്വൻഷ്യൽ സെർച്ച് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു സെർച്ചിങ് അൽഗോരിതമാണ്. ദെൻ ഇതിൻ്റെ ബെസ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് സെർച്ച് ചെയ്യേണ്ട എലമെൻറ്റ് ഫസ്റ്റത്തെ എലമെൻ്റ് ആയിട്ട് തന്നെ വരികയാണെങ്കിൽ എന്താണ്, ഒറ്റൊരു കമ്പാരിസണിൽ നമുക്ക് ആ സെർച്ചിങ് കഴിഞ്ഞ് കിട്ടും. പകരം നമുക്ക് സെർച്ച് ചെയ്യേണ്ട എലമെൻറ്റ് നമ്മുടെ അറേയുടെ ലാസ്റ്റത്തെ എലമെൻ്റ് ആയിട്ടാണ് വരുന്നതെങ്കിലോ അവിടെ അത്രയും എത്രയാണോ അറേയുടെ സൈസ് അത്രയും നമ്പർ ഓഫ് കമ്പാരിസൺസ് നമുക്ക് ആവശ്യമായിട്ട് വരും. അതാണ് ഈ ലീനിയർ സെർച്ചിൻ്റെ വേർസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ അൽഗോരിതമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് ഇൻപുട്ടായിട്ട് ഉണ്ടാവുക നമ്മുടെ അറേയും ദെൻ സെർച്ച് ചെയ്യേണ്ട വാല്യൂ എന്താണോ അതുമായിരിക്കും. റിട്ടേൺ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഏത് ഇൻഡെക്സിലാണ് നമ്മുടെ ആ എലമെൻറ്റ് ഫൈൻഡ് ചെയ്തിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ആ എലമെൻറ്റ് ഫൈൻഡ് ചെയ്തിട്ടില്ല, അതായത് സെർച്ചിങ് അൺസക്സസ്ഫുൾ ആണെങ്കിൽ റിട്ടേൺ ചെയ്യാൻ -1 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അൽഗോരിതമാണ്. ഇപ്പോൾ നമുക്ക് അറേയുടെ എന്താണ് സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഫസ്റ്റത്തെ ഇൻഡെക്സ് തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഐ എന്ന് പറഞ്ഞൊരു വേരിയബിൾ യൂസ് ചെയ്തിട്ട് ഐയുടെ വാല്യൂ 0ൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് ദ എ അല്ലെങ്കിൽ n ആണ് അറേയുടെ സൈസ് എങ്കിൽ n ആവുന്നത് വരെ സെർച്ചിങ് ചെയ്യണം. ദെൻ എപ്പോഴാണോ നമ്മുടെ സെർച്ച് ചെയ്യേണ്ടത്, അതായത് ആ ഒരു പെർട്ടിക്കുലർ ഇൻഡെക്സിലുള്ള എലമെൻറ്റ് നമുക്ക് സെർച്ച് ചെയ്യേണ്ട എലമെൻറ്റിന് ഈക്വൽ ആവുന്നത്, അതായത് എ ഓഫ് ഐ എന്ന് പറയുന്നത് കീ എന്ന് പറയുന്ന വാല്യൂവിന് ഈക്വൽ ആവുന്നത്, അവിടെ നമ്മൾ എന്ത് ചെയ്യുക, റിട്ടേൺ ചെയ്യുക. എന്ത് വാല്യൂ, ഐ എന്ന് പറഞ്ഞ വാല്യൂ, അതായത് ഏത് ഇൻഡെക്സിലാണ് ആ എലമെൻറ്റ് പ്രസൻ്റ് ആയിട്ടുള്ളത് എന്നാണ് റിട്ടേൺ ചെയ്യുന്നത്. അതായത് ഇപ്പം നമുക്കൊരു 10 എലമെൻറ്റ്സ് ഉള്ള ഒരു അറേ ആണ് എ എങ്കിൽ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ഒരു 6 എന്ന് പറയുന്ന ഒരു നമ്പറാണ്. ആ 6 എന്ന് പറഞ്ഞ നമ്പർ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 3rd ലൊക്കേഷനിലാണ് എങ്കിൽ അപ്പോൾ നമുക്ക് റിട്ടേൺ ചെയ്യുക എന്തായിരിക്കും, 3 എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ഏത് ഇൻഡെക്സിലാണ് നമ്മുടെ എലമെൻറ്റ് ഫൈൻഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് റിട്ടേൺ ചെയ്യുന്നത്, അതാണ് റിട്ടേൺ ഐ. ദെൻ നമുക്കിപ്പം ആ അറേ കംപ്ലീറ്റ് ആവുന്നത് വരെ ഈ സെർച്ചിങ് കമ്പാരിസൺ ചെയ്തു, നമുക്ക് പക്ഷേ എലമെൻറ്റ് ഫൈൻഡ് ചെയ്തിട്ടില്ല, സെർച്ചിങ് അൺസക്സസ്ഫുൾ ആണെങ്കിൽ റിട്ടേൺ ചെയ്യുക -1 ആയിരിക്കും. കാരണം -1 എന്ന് പറഞ്ഞ ഒരു ഇൻഡെക്സ് ഇല്ലല്ലോ. അപ്പോൾ -1 റിട്ടേൺ ചെയ്താൽ അതിനർത്ഥം സെർച്ചിങ് അൺസക്സസ്ഫുൾ ആണെന്നാണ്. ദെൻ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ അറേയിൽ 2, 9, 3, 1, 8 ഇത്രയും നമ്പേഴ്സാണ് ഉള്ളത്. നമ്മൾ സെർച്ച് ചെയ്യുന്നത് 1നെ ആണെന്ന് കരുതാം. അപ്പോൾ ഫസ്റ്റ് ith ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുക എവിടെ നിന്നാണ്, 0 സ്റ്റാർട്ട് ചെയ്യണം ഫസ്റ്റത്തെ എലമെൻറ്റിൽ നിന്ന്. ദെൻ അപ്പോൾ 0th ഇൻഡെക്സിലുള്ള വാല്യൂ ഏതാണ്, 2 ആണ്. അപ്പോൾ 2 ആയിട്ട് കമ്പയർ ചെയ്യും, നമുക്ക് സെർച്ച് ചെയ്യേണ്ട എലമെൻ്റ് ആയിട്ടുള്ള 1നെ കമ്പയർ ചെയ്യും, ഈക്വൽ ആണോ, അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഇൻഡെക്സിലേക്ക് പോകണം.
അല്ലേ? അതായത് സെക്കൻഡ് ഇൻഡെക്സിലേക്ക് പോയി. then അവിടെ 9 ആണ്. അപ്പോൾ 9 ആയിട്ട് വീണ്ടും കമ്പയർ ചെയ്തു 1നെ. അപ്പോഴും ഈക്വൽ അല്ല. അപ്പോൾ വീണ്ടും I ഇൻക്രിമെൻ്റ് ചെയ്തു, I 2 ആക്കി. അപ്പോൾ I 2 ആക്കുന്ന സമയത്ത് 3യിലെത്തി. അപ്പോൾ 3യുമായിട്ട് വീണ്ടും നമ്മുടെ 1നെ കമ്പയർ ചെയ്യും. അപ്പോൾ ഈക്വൽ അല്ല. അപ്പോൾ വീണ്ടും I ഇൻക്രിമെൻ്റ് ചെയ്തു, I എന്ന് പറയുന്നത് 3 ആയി. അപ്പോൾ വീണ്ടും കമ്പയർ ചെയ്യും. നമുക്ക് സെർച്ച് ചെയ്യേണ്ട വാല്യൂ 1ആയിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ അവിടെ എന്തായി? ഈക്വൽ ആയിട്ട് കിട്ടി. 1 തന്നെയാണ് നമ്മുടെ അറേയിൽ ഈ കറണ്ട് ലൊക്കേഷനിലുള്ള വാല്യൂ. അപ്പോൾ എന്താണ്? സെർച്ചിങ് സക്സസ്ഫുൾ. എന്നിട്ട് റിട്ടേൺ ചെയ്യുക എന്തായിരിക്കും? 3 എന്ന് പറയുന്ന വാല്യൂ, ഐൻ്റെ വാല്യൂ. അതായത് തേർഡ് ഇൻഡെക്സിലാണ് നമ്മുടെ എലമെൻറ്റ് പ്രസൻ്റ് ആയിട്ടുള്ളത് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അതാണ് ലീനിയർ സെർച്ചിൽ പറയാനുള്ളത്. ലീനിയർ സെർച്ചിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് അൽഗോരിതം, സെർച്ചിങ് അൽഗോരിതം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ ഈസിയർ ആണ്. പക്ഷേ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അത് കമ്പാരിസൺസ്, നമ്പർ ഓഫ് കമ്പാരിസൺസ് വളരെ കൂടുതലാണ്. അതിൻ്റെ വേർസ്റ്റ് കേസ് എടുക്കുന്ന സമയത്ത് n എലമെൻറ്റ്സ് ആണ് ഉള്ളതെങ്കിൽ n നമ്പർ ഓഫ് കമ്പാരിസൺസ് തന്നെ അവിടെ ആവശ്യമായിട്ട് വരും. അതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ദെൻ നെക്സ്റ്റ് പറയുന്ന സെർച്ചിങ് അൽഗോരിതമാണ് ബൈനറി സെർച്ച്. ബൈനറി സെർച്ച് എന്ന് വെച്ചാൽ അവിടെ ഒരു അഡീഷണൽ ആയിട്ടൊരു റിക്വയർമെൻ്റ് ഉണ്ട്. സെർച്ച് ചെയ്യേണ്ട അറേ നമുക്ക് സോർട്ടഡ് ഓർഡറിലായിരിക്കണം കൊടുക്കേണ്ടത്, ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ആ സോർട്ടഡ് ഓർഡറിൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവിടെ സെർച്ചിങ് എന്ന് പറയുന്നത് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിരിക്കും. ദെൻ ഇവിടെ സെർച്ചിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ സോർട്ടഡ് ഓർഡറിനെ ഒരു ഡിവൈഡ് ആൻഡ് കോൺകർ മാനറിലാണ് സെർച്ചിങ് ചെയ്യുക. അതായത് നമ്മൾ 2 ഹാഫാക്കി ആദ്യം നമ്മൾ കമ്പയർ ചെയ്യുക, നമ്മുടെ അറേയുടെ മിഡിൽ എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യും. ദെൻ അവിടെ ആ എലമെൻറ്റിന് ഈക്വൽ അല്ല എങ്കിൽ, സെർച്ച് ചെയ്യേണ്ട എലമെൻറ്റിന് ഈക്വൽ അല്ല എങ്കിൽ ആ മിഡിലിനേക്കാളും ചെറുതാണോ സെർച്ച് ചെയ്യേണ്ട എലമെൻ്റ് എന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ ചെറുതാണെങ്കിൽ ആ അറേയുടെ ഫസ്റ്റ് ഹാഫിലായിരിക്കുമല്ലോ ആ എലമെൻ്റ് ഉണ്ടായിരിക്കുക. അതർവൈസ് അതായത് വലുതാണെങ്കിൽ, മിഡിൽ എലമെൻറ്റിനെക്കാട്ടും സെർച്ച് ചെയ്യേണ്ട എലമെൻറ്റ് വലുതാണ് എങ്കിൽ സെക്കൻഡ് ഹാഫിലായിരിക്കും, അറേയുടെ സെക്കൻഡ് ഹാഫിലായിരിക്കും ആ ഒരു പെർട്ടിക്കുലർ എലമെൻറ്റ് ഉണ്ടാകാൻ ചാൻസ്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ മാത്രം ഇനി സെർച്ച് ചെയ്താൽ മതി. അങ്ങനെ ഓരോ ഐറ്ററേഷൻ കഴിയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അറേനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് സെർച്ചിങ് കമ്പാരിസൺസിൻ്റെ എണ്ണം അവിടെ കുറച്ച് കൊണ്ടുവരും. അതാണ് ബൈനറി സെർച്ചിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ മിഡിൽ എലമെൻറ്റുമായിട്ട് സെർച്ച് ചെയ്യേണ്ട എലമെൻറ്റിനെ കമ്പയർ ചെയ്യും. അത് ഈക്വലായിട്ട് വരുവാണെങ്കിൽ ആ മിഡിൽ എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് എന്താണോ അത് റിട്ടേൺ ചെയ്യും. മിഡിൽ എലമെൻറ്റിനെക്കാട്ടും ലെസ്സറാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ട എലമെൻ്റ് എങ്കിൽ റൈറ്റ് പാർട്ട്, അതായത് ഫസ്റ്റത്തെ ഹാഫിൽ സെർച്ചിങ് വീണ്ടും ചെയ്യും. ഫസ്റ്റത്തെ ഹാഫിൽ വീണ്ടും സെർച്ച് ചെയ്യുന്ന സമയത്ത് വീണ്ടും അതിലെന്താവും, അതിൻ്റെ മിഡിൽ എലമെൻറ്റിനാണ് ആദ്യം സെർച്ച് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കാട്ടും ഇനിയിപ്പോൾ മിഡിൽ എലമെൻറ്റിനെക്കാട്ടും ഗ്രേറ്റർ ആണെങ്കിൽ ലെഫ്റ്റ് ഹാഫിലായിരിക്കും നമുക്ക് സെർച്ച് ചെയ്യേണ്ട എലമെൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസ്. അപ്പോൾ അവിടേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. അതാണ് ഒരു ഇതിൻ്റെ ലോജിക്ക്, അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. then ഇതിൻ്റെ അൽഗോരിതമാണ് ഇനി പറയാനുള്ളത്. അപ്പോൾ നമ്മളൊരു സോർട്ടഡ് അറേ ആണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. കീ എന്ന് പറയുന്ന ഇൻറ്റിജർ വാല്യൂവിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ 2 വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ലെഫ്റ്റ് എന്ന് പറയുന്നത് 0 ആണ്, അതായത് ഫസ്റ്റത്തെ ഇൻഡെക്സ്. റൈറ്റ് എന്ന് പറയുന്നത് n-1 ആണ്, അതായത് നമ്മുടെ എലമെൻറ്റിൻ്റെ ലാസ്റ്റ് ഇൻഡെക്സ്. ദെൻ വൈ ലെഫ്റ്റ് ലെസ് ദാൻ റൈറ്റ് ആണ് എങ്കിൽ, അതായത് ഒരു ലെഫ്റ്റ് ലെസ് ദാൻ റൈറ്റ് എന്ന് വെച്ചാൽ ലെഫ്റ്റ് ഈക്വൽ ടു റൈറ്റ് ആവുക എപ്പോഴാണ്, ഒറ്റൊരു എലമെൻ്റ് ആവുന്ന സമയത്ത് ലെഫ്റ്റ് ടു റൈറ്റ് ടു സെയിം ആയിരിക്കും. അപ്പോൾ 2 എലമെൻറ്റ്സ് അറ്റ്ലീസ്റ്റ് ഉണ്ടാവുന്ന സമയത്ത്, അതായത് ലെഫ്റ്റ് ലെസ് ദാൻ റൈറ്റ് ആവുന്നത് വരെ എന്ത് ചെയ്യണം, മിഡിൽ എലമെൻറ്റ് കണ്ടുപിടിക്കുക. മിഡിൽ എലമെൻറ്റ് എന്ന് പറയുന്നത് മിഡിൽ ഇൻഡെക്സ് ആദ്യം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക,
ലെഫ്റ്റിൻ്റെയും റൈറ്റിൻ്റെയും ഹാഫ് കണ്ടാൽ മതിയല്ലോ. അങ്ങനെ മിഡിൽ കണ്ടിട്ട് ആ മിഡിൽ എ ഓഫ് മിഡിൽ എന്ന് പറയുന്ന ഇത് നമ്മുടെ സെർച്ച് ചെയ്യേണ്ട എലമെൻറ്റിന് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ ആ മിഡിൽ എന്ന് പറഞ്ഞ ഇൻഡെക്സിനെയാണ് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. ഇല്ലാത്ത കേസിൽ എന്ത് ചെയ്യണം? അതായത് എ ഓഫ് മിഡിൽ എന്ന് പറയുന്നത് നെക്കാട്ടും ലെസ്സാണ് നമ്മുടെ കീ വാല്യൂ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റത്തെ ഹാഫിലേക്ക് ആക്കിയിട്ട് നമ്മുടെ അറേനെ ചുരുക്കണം. അതായത് അറേൻ്റെ റൈറ്റ് ഭാഗം എന്ന് പറയുന്നത് നമ്മളെ മിഡിലിനെക്കാട്ടും ഒന്ന് കുറവാക്കി മാറ്റും. അതായത് ഫസ്റ്റത്തെ ഹാഫാക്കി സെറ്റ് ചെയ്യും. ലെഫ്റ്റ് എന്ന് പറയുന്നത് അവിടെ 0 തന്നെ ആയിരിക്കും. ദെൻ എൽസ് കേസ്, അതായത് നമ്മുടെ കീ വാല്യൂ എന്ന് പറയുന്നത് മിഡിലിനെക്കാട്ടും വലുതാവുകയാണെങ്കിൽ നമ്മുടെ അറേയുടെ സെക്കൻഡ് ഹാഫിൽ മാത്രമായിട്ട് നമ്മുടെ സെർച്ചിന് ഇനി ചുരുക്കണം. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് 0ൽ തൊട്ട് തുടങ്ങേണ്ട ആവശ്യമില്ല. മിഡിൽ കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന എലമെൻറ്റ്, അതായത് മിഡിൽ +1 തൊട്ടിട്ട് ലാസ്റ്റത്തെ എലമെൻറ്റ് വരെ ആയിരിക്കും പിന്നെ നമുക്ക് സെർച്ച് ചെയ്യേണ്ട അറേ. അങ്ങനെയാക്കി മാറ്റി. ലെഫ്റ്റ് എന്ന് പറയുന്ന മിഡിൽ +1 ആക്കി സെറ്റ് ചെയ്തു. അങ്ങനെ ഇത് റിക്കേഴ്സീവ്ലി ചെയ്തുകൊണ്ടിരിക്കും. വെനെവർ എ ഓഫ് മിഡിൽ നമുക്ക് സെർച്ച് ചെയ്യേണ്ട കീക്ക് മാച്ച് ആവുന്നത് വരെ ഇത് റിപ്പീറ്റ് ചെയ്യും, ഈ ഒരു ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ്. എവിടെയും നമുക്ക് എ ഓഫ് മിഡിലിന് ഈക്വൽ ആയിട്ട് നമ്മുടെ കീ വാല്യൂ വരുന്നില്ല എങ്കിൽ അവിടെ എന്താണ് അർത്ഥം? സെർച്ചിങ് അൺസക്സസ്ഫുൾ ആണെന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് -1 റിട്ടേൺ ചെയ്യും. അത് എക്സാമ്പിൾ വയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഇതാണ് നമ്മുടെ സെർച്ചിങ് ചെയ്യേണ്ട അറേ. -1, 5, 6, 18, 19, 25, 46, 78, 102, 114 ഇത്രയാണ് അതിലുള്ള എലമെൻറ്റ്സ്. അപ്പോൾ 10 അറേയുടെ സൈസ്. 0 തൊട്ട് 9 വരെ ഇൻഡെക്സസ് വാരി ചെയ്യുന്നു. നമുക്ക് സെർച്ച് ചെയ്യേണ്ട വാല്യൂ 6 ആണ്. അപ്പോൾ ആദ്യം എന്താ ചെയ്യുക? ലെഫ്റ്റും റൈറ്റും അസൈൻ ചെയ്തു. ലെഫ്റ്റ് എന്ന് പറയുന്നത് 0, റൈറ്റ് എന്ന് പറയുന്നത് 9. ദെൻ കീ വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. നമ്പർ ഓഫ് എലമെൻറ്റ്സിൻ്റെ അറേ 10 ആണ്. സ്റ്റെപ്പ് 1 എന്താ ചെയ്യുക? മിഡിൽ വാല്യൂ കണ്ടുപിടിക്കും, മിഡിൽ ഇൻഡെക്സ്. അതെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് + റൈറ്റ് / 2. അപ്പോൾ 0 + 9/2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 9/2 എന്ന് പറഞ്ഞാൽ 4.5. അപ്പോൾ അത് ഇൻറ്റീജർ ആണല്ലോ, അപ്പോൾ അത് 4 എന്ന് എടുക്കും. ദെൻ അപ്പോൾ എ ഓഫ് 4 എന്ന് പറയുന്ന ഇൻഡെക്സിൽ ദെൻ ആദ്യം മിഡിൽ കണ്ടുപിടിച്ചതിന് ശേഷം മിഡിലുള്ള വാല്യൂ നമ്മുടെ സെർച്ച് ചെയ്യേണ്ട എലമെൻറ്റിന് ഈക്വൽ ആണോ എന്ന് നോക്കണം. അതായത് എ ഓഫ് 4 എന്ന് പറയുന്ന ഉള്ള വാല്യൂ എത്രയാണ്? 19 ആണ്. 19 നമ്മുടെ 6ന് ഈക്വൽ ആണോ? അല്ല. അപ്പോൾ അവിടെ എന്താണ്? പക്ഷേ അടുത്ത കേസ് എന്താ ചെക്ക് ചെയ്യുന്ന? കീ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ മിഡിലിനേക്കാളും ലെസ് ആണോ അല്ലെങ്കിൽ കൂടുതലാണോ നോക്കും. അതായത് 19നേക്കാളും 6 ലെസ് ആണല്ലോ. അപ്പോൾ നമുക്ക് എന്താണ്? ഫസ്റ്റ് ഹാഫിലാണ് ഇനി ഉണ്ടാവാനുള്ള ചാൻസ്. സെക്കൻഡ് ഹാഫിൽ ഉണ്ടാവില്ല. കാരണം സെക്കൻഡ് ഹാഫിൽ 19നേക്കാളും വലിയ എലമെൻറ്റ്സ് മാത്രമേ വരുള്ളൂ. കാരണം നമുക്ക് കൊടുക്കുന്ന അറേ എന്താണ്? സോർട്ടഡ് ഓർഡറിലാണല്ലോ. അപ്പോൾ ഫസ്റ്റ് ഹാഫിലേക്ക് ഇനി സെർച്ചിങ് ചുരുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മളെ ലെഫ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ സെയിം ആക്കി കീപ്പ് ചെയ്യുക. പക്ഷേ റൈറ്റ് എന്ന് പറയുന്ന വേരിയബിൾ എന്താണ്? മിഡിൽ -1. അതായത് 19 ഓൾറെഡി നമ്മൾ കമ്പയർ ചെയ്തു. അപ്പോൾ മിഡിൽ -1th ലൊക്കേഷൻ എന്ന് പറയുന്നത് ഏതാണ്? തേർഡ് ലൊക്കേഷൻ. അപ്പോൾ റൈറ്റിൻ്റെ വാല്യൂ എന്താക്കി മാറ്റി? 3 ആക്കി മാറ്റി. അപ്പോൾ ഇനി നമുക്ക് 0 തൊട്ട് 3 വരെയുള്ള ഇൻഡെക്സിലുള്ള എലമെൻറ്റ്സിൽ മാത്രം നമുക്ക് സെർച്ച് ചെയ്താൽ മതി. ഇനി അപ്പോൾ ലെഫ്റ്റിൻ്റെ വാല്യൂ -1 ആണ്, റൈറ്റിൻ്റെ വാല്യൂ 3 ആണ്. അപ്പം വീണ്ടും അടുത്ത ഇറ്ററേഷനിൽ എന്ത് ചെയ്യും? മിഡിൽ കണ്ടുപിടിക്കും. മിഡിൽ കണ്ടുപിടിക്കുമ്പോൾ 0 + 3/2 എന്ന് പറയുന്നത് 3/2 എന്ന് പറഞ്ഞാൽ 1.5. അപ്പോൾ അതിൽ 1 എടുക്കും, ഇൻറ്റീജർ ആണല്ലോ, അപ്പോൾ 1 എടുക്കും. അപ്പോൾ വീണ്ടും എ ഓഫ് 1ലുള്ള വാല്യൂ നമ്മുടെ സെർച്ച് ചെയ്യേണ്ട എലമെൻ്റായ 6ന് ഈക്വൽ ആണോ? എ ഓഫ് 1ലുള്ള വാല്യൂ എന്താണ്? 5 ആണ്. 5 എന്ന് പറഞ്ഞാൽ നമ്മുടെ 6ന് ഈക്വൽ ആണോ? അല്ല, 5നേക്കാളും വലുതാണ്. അപ്പോൾ വലുതാവുമ്പോൾ അതിനർത്ഥം എന്താണ്? നമ്മളെ റൈറ്റ് ഹാഫിലായിരിക്കും, അല്ല 5ന് ശേഷമുള്ള ഹാഫിലായിരിക്കും ഇനി വരാനുള്ള ചാൻസ്, എലമെൻറ്റ് വരാനുള്ള ചാൻസ്. കാരണം 5നേക്കാട്ടും ഗ്രേറ്റർ ആണ് 6. അപ്പോൾ ഇനി എന്ത് ചെയ്യും? ലെഫ്റ്റ് എന്ന് പറയുന്നത് മിഡിൽ +1ഉം റൈറ്റ് എന്ന് പറയുന്നത് സെയിം ആയിട്ടും കീപ്പ് ചെയ്യും. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ മിഡിൽ +1. മിഡിൽ ഇപ്പോൾ എത്രയാണ്? 1 ആണ്.
മിഡിൽ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2 ആവും. അപ്പോൾ മിഡിലിൻ്റെ വാല്യൂ 2, റൈറ്റിൻ്റെ വാല്യൂ 3. ലെഫ്റ്റിൻ്റെ വാല്യൂ 2, റൈറ്റിൻ്റെ വാല്യൂ 3. ദെൻ അത് വെച്ചിട്ട് വീണ്ടും അടുത്ത ഇറ്ററേഷനിൽ മിഡിൽ കണ്ടുപിടിക്കും. മിഡിൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ 2 + 3/2. 2 + 3/2 എന്ന് പറഞ്ഞാൽ 5/2. 5/2 എന്ന് പറഞ്ഞാൽ 2.5. സോ 2 എടുത്തിട്ട് വീണ്ടും കമ്പയർ ചെയ്യും. A of 2നെ നമ്മുടെ 6ന് ഈക്വൽ ആണോ. അപ്പോൾ നമുക്ക് എന്തായിട്ട് കിട്ടി? ഈക്വൽ ആയിട്ട് കിട്ടി. ഈക്വൽ ആയതുകൊണ്ട് സെർച്ചിങ് സക്സസ്ഫുൾ ആണ്. അപ്പോൾ ആ ഒരു ഇൻഡെക്സ് വാല്യൂ, അതായത് 2 എന്ന് പറയുന്നത് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ബൈനറി സെർച്ചിൻ്റെ അൽഗോരിതം. ആദ്യം മിഡിലിന് ഈക്വൽ ആണോ എന്ന് ലെഫ്റ്റും റൈറ്റും സെറ്റ് ചെയ്യും. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ 0യും റൈറ്റ് എന്ന് പറഞ്ഞാൽ n-1ഉം. ദെൻ മിഡിൽ കണ്ടുപിടിക്കും ലെഫ്റ്റ് പ്ലസ് റൈറ്റ് ബൈ 2 ചെയ്തിട്ട്. ദെൻ ആ മിഡിലുള്ള എലമെൻറ്റിനെ നമ്മുടെ എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്തിട്ട് ഈക്വൽ ആണ് എങ്കിൽ ആ ഒരു മിഡിൽ എന്ന് പറയുന്ന ഇൻഡെക്സ് റിട്ടേൺ ചെയ്യും. മിഡിലുള്ള വാല്യൂ നമുക്ക് സെർച്ച് ചെയ്യേണ്ട വാല്യൂവിനേക്കാളും ലെസ് ആണ് എങ്കിൽ ലെഫ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിനെ മിഡിൽ പ്ലസ് 1 ആക്കി സെറ്റ് ചെയ്യും. റൈറ്റ് സെയിം ആയിട്ട് കീപ്പ് ചെയ്യും. നമുക്ക് സെർച്ച് ചെയ്യേണ്ട വാല്യൂ എന്ന് പറയുന്നത് മിഡിലിനേക്കാളും ലെസ്സർ ആണ് എങ്കിൽ അവിടെ റൈറ്റ് എന്ന് പറയുന്ന പാരാമീറ്ററിനെ എന്താക്കി സെറ്റ് ചെയ്യും? മിഡിൽ -1 ആക്കി സെറ്റ് ചെയ്യും. ലെഫ്റ്റ് സെയിം ആയിട്ട് കീപ്പ് ചെയ്യും. അങ്ങനെ വീണ്ടും ലൂപ്പ് ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു സെർച്ചിങ് അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് സെർച്ചിങ്ങിൽ പറയാനുള്ളത്. ലീനിയർ സെർച്ചും ബൈനറി സെർച്ചും. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സോർട്ടിംഗ് ആണ്. അത് നമുക്ക് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. താങ്ക് യു.